ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ XIUSD ഗോൾഡിന്റെ ഒരു അനാലിസിസും മാർക്കറ്റ് മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് ഓഗസ്റ്റ് 5th ആണ്. ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം ഇന്ത്യൻ ടൈം ഒരു 10:30 AM വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. ഇന്നത്തെ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൈ ട്രെൻഡ് ആണ്. ഇന്നലെ ഈവനിങ്ങോട് കൂടി വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഗോൾഡ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4065-66 റേഞ്ചിൽ നിന്ന് 4142 മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോവസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് 4065-66 റേഞ്ചാണ്. 4141.80 ആ ഒരു റേഞ്ചാണ് മുകളിൽ, അതായത് ഹയസ്റ്റ് പ്രൈസ് ആയിട്ട് നിലവിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ 4148 മുകളിലേക്കൊക്കെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ വീണ്ടും 4152, 4156, 4162 ലെവലുകളിലേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ 4137 മുതൽ 4148 വരെയുള്ള റേഞ്ചുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അവിടെ നിന്നൊക്കെ വലിയ റിജക്ഷൻസ് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇന്ന് കൂടുതലായിട്ടും മാർക്കറ്റ് ഇന്നലെയും ഇന്നുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു റിജക്ഷൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് ഏരിയകളിൽ നിന്നൊക്കെ സഡൻ ആയിട്ടുള്ള റിജക്ഷൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു വലിയ ഹയർ റേഞ്ചിൽ നിന്നും ഒന്നും ബൈ എടുക്കുന്നത് വളരെയധികം റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കുറച്ചുകൂടി ഡൗണിലേക്ക് വന്നിട്ട് വീണ്ടും ബൈ കൺഫർമേഷൻ ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രം ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് സെൽ എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. 4138 മുതൽ 4142 ഇപ്പോൾ കറന്റ് ഉള്ള ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ അതാണ്. വളരെ വലിയ റെസിസ്റ്റൻസ് ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ചെറിയ റിജക്ഷൻസ് മാത്രമേ നിലവിൽ അവിടെയുള്ളൂ. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4117, 4108 മുതൽ 4117, 22 റേഞ്ചുകളിലേക്കൊക്കെ മാർക്കറ്റ് വരികയാണെങ്കിലും അവിടെ നമുക്ക് ബൈ എൻട്രികൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 4096 ലെവലുകളിലേക്കൊക്കെ 96, 4088 ലെവലുകളിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പം ഒരു അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. മാർക്കറ്റ് സൈഡ് വൈസ് ഒന്നുമല്ല, നല്ല അപ് ട്രെൻഡിലാണ്. അതായത് ഹയസ്റ്റ് പ്രൈസിലേക്ക് മാർക്കറ്റ് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. 4148 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകും. അപ്പൊ 4158, അതുപോലെ തന്നെ 4162, 65 ലെവലുകളിലേക്കൊക്കെ എത്തുവാണെങ്കിലും അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടെയൊക്കെ നമുക്ക് സെല്ല് പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൂടുതലും സ്ട്രോങ് ആയിട്ടുള്ള ബൈ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡൗൺ ആയതിനു ശേഷം ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നമുക്ക് സേഫ് ആയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നമ്മൾ കറക്റ്റ് ഓരോ സമയത്തിനനുസരിച്ചും ഓരോ മാർക്കറ്റിന്റെ സെഷൻ മാറുന്നതിനനുസരിച്ചും മാർക്കറ്റിന്റെ ട്രെൻഡ് കാര്യങ്ങളൊക്കെ മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ വാച്ച് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് മാത്രം ട്രേഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.